PSC ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. LPUP ഇന്റർവ്യൂവിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് എന്നത്. 2009 വിദ്യാഭ്യാസ അവകാശ നിയമം സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് ഘടനാപരവും അക്കാദമികവുമായ എല്ലാ വശങ്ങളും സമഗ്രമായി പരിശോധിച്ച് നിർദ്ദേശം സമർപ്പിക്കുന്നതിനായി പ്രൊഫസർ ഡോക്ടർ MA ഖാദർ അധ്യക്ഷനായി ഒരു വിദഗ്ധ സമിതിയെ സർക്കാർ നിയോഗിച്ചു. ആ സമിതി വിദ്യാഭ്യാസ അവകാശ നിയമവുമായി ബന്ധപ്പെട്ട് എല്ലാ വിഷയങ്ങളും പരിശോധിക്കുകയും വിദ്യാഭ്യാസത്തിൻ്റെ എല്ലാ തലങ്ങളും ഉൾക്കൊണ്ട് മാത്രമേ അവയുടെ പൂർണ്ണമായൊരു റിപ്പോർട്ട് സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞതുമായി ബന്ധപ്പെട്ടാണ് അവർ ഇങ്ങനെയൊരു റിപ്പോർട്ട് നമ്മുടെ കേരള വിദ്യാഭ്യാസത്തെ പറ്റി പഠിച്ച് തയ്യാറാക്കിയത്. ഈ പ്രസ്തുത കമ്മിറ്റി 12ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസത്തിൻ്റെ എല്ലാ തലങ്ങളും പരിശോധിച്ച് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കും വിധം ഘടനാപരമായ എന്തെല്ലാം മാറ്റങ്ങൾ വേണമെന്നെല്ലാം പഠിച്ച് നിർദ്ദേശം സമർപ്പിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഗവൺമെൻറ്റിന് മികവിനായുള്ള വിദ്യാഭ്യാസം എന്ന തലക്കെട്ടിൽ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ഈ ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഹെഡിങ് ഒരു തലക്കെട്ട് എന്ന് പറയുന്നത് മികവിനായുള്ള വിദ്യാഭ്യാസം എന്നതാണ്. ഖാദർ കമ്മിറ്റി എന്ന ഗ്രൂപ്പിൽ 3 അംഗങ്ങളാണ് ഉള്ളത്. ഡോക്ടർ MA ഖാദർ, അദ്ദേഹമാണ് ചെയർമാൻ. രണ്ടാമത്തേത് ശ്രീ ജ്യോതി ചൂഡൻ. മൂന്നാമത്തെ അംഗം ഡോക്ടർ C രാമകൃഷ്ണൻ. ഫസ്റ്റ് വൺ MA ഖാദർ, സെക്കൻഡ് വൺ ശ്രീ ജ്യോതി ചൂഡൻ, തേർഡ് പേഴ്സൺ ഡോക്ടർ C രാമകൃഷ്ണൻ. ഇവർ 3 പേരുമാണ് ഖാദർ കമ്മിറ്റി എന്നറിയപ്പെടുന്ന ഈ റിപ്പോർട്ടിൻ്റെ എല്ലാ തലങ്ങളും പഠനത്തിനായി കൊണ്ടുവരികയും റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്ത വിദഗ്ധർ. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കുട്ടികളുടെ അവകാശമാണ് എന്ന കാഴ്ചപ്പാട് ഊന്നിക്കൊണ്ട് എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയും അതുപോലെ തന്നെ മതനിരപേക്ഷ ജനാധിപത്യ മൂല്യങ്ങൾ ഉളവാക്കുന്നതുമായ ജനകീയ വിദ്യാഭ്യാസ ക്രമം വികസിപ്പിക്കുന്നതിനായി നവകേരളം പദ്ധതിയുടെ ഭാഗമാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞങ്ങൾ നടന്നുവരുന്നത്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന ഒരു പുതിയ കർമ്മ പദ്ധതി നവകേരളം എന്നതിൻ്റെ ഭാഗമായാണ് നടന്നു വരുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് 2009 വിദ്യാഭ്യാസ അവകാശ നിയമം സംസ്ഥാനത്ത് നടപ്പാക്കുന്നത് സംബന്ധിച്ച് ഘടനാപരവും അക്കാദമികവുമായ എല്ലാ വശങ്ങളും പരിശോധിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ സർക്കാർ ഉത്തരവിടുന്നത്. ഇതിനെയാണ് വിദഗ്ധ സമിതി ചെയർമാനായി ഡോക്ടർ MA ഖാദറിനെ നിയോഗിക്കുന്നത്. സർക്കാർ ഉത്തരവിലൂടെ വിദഗ്ധ സമിതിയുടെ പരിഗണന വിഷയങ്ങൾ പ്രത്യേകമായിട്ട് എടുത്തു പറയുകയുണ്ടായി. അതിൽ പറയുന്നുണ്ട് 12ാം ക്ലാസ് വരെയുള്ള ഒരു സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ എല്ലാ തലങ്ങളും പരിശോധിച്ച് ഗുണമേന്മ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്ന വിധം എങ്ങനെയായിരിക്കും ഗുണമേന്മ വിദ്യാഭ്യാസം ഇനി കൂടുതൽ നടപ്പാക്കാൻ സാധിക്കുന്നത് എന്ന് പഠിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കണം എന്നാണ് ഖാദർ കമ്മിറ്റിയോട് ഗവൺമെൻറ് നിർദ്ദേശിച്ചത്. നമ്മുടെ കേരളത്തെ വിലയിരുത്തുകയാണെങ്കിൽ 1ാം ക്ലാസ്സിൽ എത്തിച്ചേരുന്ന ഏതാണ്ട് എല്ലാ കുട്ടികളും 12ാം ക്ലാസ് വരെ പഠനം തുടരുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത്. അതുകൊണ്ട് തന്നെ ദേശീയ തലത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു ഉയർന്ന ഗുണമേന്മയുള്ള വിദ്യാഭ്യാസമാണ് നാം കേരളത്തിൽ നൽകേണ്ടത്. എല്ലാവരും സ്കൂളിൽ എത്തിച്ചേരുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് അതിനായിട്ട് നമുക്ക് പ്രവർത്തനങ്ങളൊന്നും തന്നെ കാഴ്ചവെക്കേണ്ടതില്ല. വരുന്ന കുട്ടികൾക്ക് തുല്യ അവസരങ്ങളും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസവും നൽകി തുല്യ പരിഗണനയോടെ അവർക്ക് പഠിക്കാനും വളരാനുമുള്ള സാഹചര്യം ഉറപ്പാക്കാൻ കഴിയണം. ഇതിനായി ഇന്ന് നിലനിൽക്കുന്ന സംവിധാനത്തിനകത്ത് എന്തെല്ലാം മാറ്റങ്ങൾ അനിവാര്യമാണ് എന്ന അന്വേഷണമാണ് സർക്കാർ ഉത്തരവിലൂടെ ഈ ഖാദർ കമ്മിറ്റി അന്വേഷണത്തിന് വിലയിരുത്തിയത്. ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി
പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സൈറ്റിലൂടെ പൊതുസമൂഹത്തിൽ നിന്ന് അഭിപ്രായങ്ങൾ തേടുകയുണ്ടായി. മറ്റൊന്ന് വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന അധ്യാപകരുടെ, അതുപോലെ അനധ്യാപക സംഘടനകളുടെ, വിദ്യാർത്ഥി സംഘടനകളുടെ, ഇവരുടെ എല്ലാം ആശയങ്ങൾ, ഇവരുമായുള്ള ആശയവിനിമയങ്ങൾ നടത്തി അവരിൽ നിന്ന് എല്ലാം ലഭിച്ച ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഖാദർ കമ്മിറ്റി റിപ്പോർട്ട്. ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത് അധ്യാപകരെയാണ്. വിദ്യാഭ്യാസത്തിന്റെ യഥാർത്ഥ ലക്ഷ്യങ്ങൾ സാർത്ഥകമാക്കാൻ ഏറ്റവും കൂടുതൽ കഴിയുന്നത് അധ്യാപകർക്കാണ്. എന്നാൽ അധ്യാപകർ പൊതുവെ ഏതെങ്കിലും ഒരു വിഷയത്തിന്റെ ഉള്ളടക്കം മാത്രം പഠിപ്പിച്ച് തീർക്കുക എന്നതിന് പ്രാധാന്യം നൽകുന്ന ഒരവസ്ഥയാണ് ഇന്നുള്ളത്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ പ്രക്രിയയിലൂടെ കുട്ടികൾ സ്വായത്തമാക്കേണ്ട ഒരു വിമർശന അവബോധമോ അല്ലെങ്കിൽ സമൂഹത്തിൽ നിശ്ചയമായും ഉണ്ടാകേണ്ട പൗരബോധമോ സൃഷ്ടിക്കാൻ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ഇന്ന് കഴിയാതെ പോകുന്നു. AI പോലെയുള്ള എല്ലാ മികച്ച സൗകര്യങ്ങളും ലഭ്യമായ ഒരു യുവജനതയാണ് ഇന്ന് വിദ്യാഭ്യാസ കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നത്. അവർക്ക് അറിവ് നേടാൻ അധ്യാപകരുടെ ആവശ്യമില്ല. എന്നാൽ ഒരു ഉത്തമ പൗരനായി അവരെ വാർത്തെടുക്കണമെങ്കിൽ അധ്യാപകർ വേണമെന്നാണ് ഖാദർ കമ്മിറ്റി നിർദ്ദേശിക്കുന്നത്. അതിനാൽ തന്നെ ഉയർന്ന നിലവാരമുള്ള അധ്യാപകർ ഒപ്പം വിദ്യാർത്ഥികളെ മികച്ച വ്യക്തികളാക്കി തീർക്കാനുള്ള ഒരു പൊട്ടൻഷ്യൽ നൽകാൻ കേപ്പബിളായ അധ്യാപകരായിരിക്കണം ഇപ്പോൾ ഗവൺമെൻറ് സർവീസിൽ പ്രധാനമായും വേണ്ടത് എന്നൊരു ആശയം ഖാദർ കമ്മിറ്റി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ജീവിതത്തിൽ, കുടുംബത്തിൽ, അതുപോലെ ജനാധിപത്യ സമൂഹത്തിൽ നിലനിൽക്കാൻ ആവശ്യമായ സാമൂഹിക അവബോധമോ മൂല്യബോധമോ ഇതൊന്നും പരിഗണിക്കാതെ വിദ്യാഭ്യാസത്തെ മാത്രം പറഞ്ഞുകൊണ്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് കാര്യമില്ല എന്നും ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസമായിരിക്കണം കുട്ടികൾക്ക് ലഭ്യമാകേണ്ടതെന്നും ഖാദർ കമ്മിറ്റി മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയമാണ്. ഇതുകൊണ്ട് തന്നെ അധ്യാപക പ്രൊഫഷണലിസം സംബന്ധിച്ച് വ്യക്തമായ ധാരണയും കാഴ്ചപ്പാടും അധ്യാപകരിൽ ഉണ്ടാക്കാൻ ആവശ്യമായ പ്രവർത്തന പദ്ധതി തന്നെ വേണമെന്ന് ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയമാണ്. അധ്യാപനത്തെ ഒരിക്കലും കേവലമായിട്ടുള്ള ഒരു തൊഴിലായി കാണാൻ സാധിക്കുകയില്ല. അതൊരു വൈജ്ഞാനിക പ്രവർത്തനമാണ്. വിജ്ഞാനത്തെ കേന്ദ്രീകരിച്ച് നടത്തുന്ന ഒരു പ്രവർത്തനമാണ് അധ്യാപനം. എന്നതിനാൽ പുതിയ ചിന്തകളും ആശയങ്ങളും നിരന്തരമായി ഉൾക്കൊണ്ടുകൊണ്ട് അധ്യാപക മനസ്സിനെ പുതുക്കിക്കൊണ്ടേയിരിക്കണം. വിജ്ഞാനപ്രദമായ തൊഴിൽ തുറകളിൽ ഒന്നാണ് അധ്യാപനം. അതായത് ഇപ്പോഴും പുതിയ കാര്യങ്ങൾ ലോകത്ത് സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇതിലെ ഓരോന്നിനെ പറ്റിയും അധ്യാപകൻ പരിജ്ഞാനമുള്ളവരായിരിക്കണം. കാരണം അവർക്ക് മുമ്പിൽ വന്നെത്തുന്ന കുട്ടികൾ എന്ത് ചോദിച്ചാലും അതിനെപ്പറ്റി മുഴുവനായല്ലെങ്കിലും പറയാൻ അത്യാവശ്യം പറഞ്ഞു കൊടുക്കാൻ ആവശ്യമായ എല്ലാ വിവരങ്ങളും ഒരു അധ്യാപകൻ എന്ന നിലയിൽ ആ വ്യക്തിയിൽ ഉണ്ടായിരിക്കണം. ഒരു ഉദാഹരണമായൊരു ഡോക്ടറെ നമ്മൾ എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ അദ്ദേഹം ആദ്യം പഠിച്ച കുറച്ച് കാര്യങ്ങൾ മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവൻ വർക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. പുതിയ മാറ്റങ്ങൾ, പുതിയ സർജറികളിൽ വരുന്ന പുതിയ പുതിയ പരീക്ഷണങ്ങൾ എല്ലാം ഇദ്ദേഹം അറിഞ്ഞിരുന്നാൽ മാത്രമേ, പഠിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ ആ ഒരു ഡോക്ടർ എന്ന നിലയിൽ അദ്ദേഹത്തിന് വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെയാണ് അധ്യാപകനും. അദ്ദേഹം ആദ്യം പഠിച്ച വിവരങ്ങൾ മാത്രം അല്ലെങ്കിൽ അറിവ് മാത്രം ഉൾക്കൊണ്ട് ജീവിക്കാൻ ഒരു അധ്യാപകനും സാധിക്കുകയില്ല. ലോകത്തിൽ അധ്യാപകന് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ, പുതിയ വിവരങ്ങൾ, പുതിയ ടെക്നോളജികൾ എല്ലാം തന്നെ അധ്യാപകനും അറിഞ്ഞിരിക്കണം, അതിനോടൊപ്പം സഞ്ചരിക്കണം. ഇത്തരത്തിലുള്ള ആശയങ്ങളാണ് ഖാദർ കമ്മിറ്റി അവരുടെ റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്നത്. ഡോക്ടറായാലും എഞ്ചിനീയർ ആയാലും അധ്യാപകരായാലും പ്രൊഫഷണലിസം പ്രകടമാകുന്നത് പ്രവർത്തനങ്ങളിലൂടെയാണ്. അറിവ് ഉള്ളിലുണ്ടായാൽ മാത്രം പോരാ, അത് പ്രവർത്തനത്തിലൂടെ വിജയകരമായ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ കഴിവുള്ളതായിരിക്കണം. യഥാർത്ഥ പ്രവർത്തന മണ്ഡലത്തിൽ ഉയരുന്ന പ്രശ്നങ്ങളും വെല്ലുവിളികളും
തരണം ചെയ്യാൻ എത്രമാത്രം കഴിവും പ്രാപ്തിയും ആ വ്യക്തിക്കുണ്ട് എന്നതിൽ നിന്നാണ് അവരുടെ പ്രൊഫഷണലിസം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റെല്ലാ മേഖലകളിലും എന്ന പോലെ അധ്യാപകരുടെ പ്രൊഫഷണലിസത്തിന്റെ ആധാര ഘടകങ്ങളിൽ ഒന്ന് അവരുടെ വൈജ്ഞാനിക അടിത്തറയും വ്യാപ്തിയുമാണ്. ഇത് കേവലം വിഷയത്തിലുള്ള അറിവിന്റെ ആഴവും പരപ്പും മാത്രമല്ല, ബോധന തന്ത്രങ്ങളിലൂടെയുള്ള അവരുടെ പരിജ്ഞാനത്തിന്റെ കൂടിച്ചേരൽ കൂടിയാണ്. അതായത് അതുകൊണ്ട് മാത്രം വിവരം, ഒരു അധ്യാപകൻ എന്ന നിലയിൽ അറിവുണ്ടെങ്കിൽ മാത്രം അദ്ദേഹം അധ്യാപകനായി തീരുന്നില്ല. ആ അറിവ് ബോധനതന്ത്രങ്ങളിലൂടെ ഉൾച്ചേർത്ത് കുട്ടികളിൽ എത്തിക്കുന്നത് എങ്ങനെയാണ്, അവരിൽ വിവരങ്ങളും പുതിയ അറിവുകളും കുട്ടികളിൽ എങ്ങനെ എത്തിക്കുന്നു എന്ന അധ്യാപകന്റെ കഴിവിനെയാണ്. അധ്യാപകൻ അതിനായി തിരഞ്ഞെടുക്കുന്ന മാർഗങ്ങളെയെല്ലാം ഉൾപ്പെടുത്തിയാണ് ആ അധ്യാപകന് ഒരു സമൂഹം മാർക്കിടുന്നത്. അതുപോലെ തന്നെ വിഷയമേഖലയിലും ബോധനശാസ്ത്ര രംഗത്തും ആഴത്തിലുള്ള അറിവ് അധ്യാപകന് അനിവാര്യമാണ് എന്നതാണ് ഇത് വ്യക്തമാക്കുന്നത്. എങ്കിൽ മാത്രമേ ഓരോ പ്രവർത്തനത്തിലും ഒരു വിജ്ഞാനതലമുണ്ട് എന്ന് അധ്യാപകർക്ക് മനസ്സിലാവുകയുള്ളൂ. ഇവിടെയാണ് അധ്യാപകരുടെ അക്കാദമിക പഠനയോഗ്യത പരിഗണിക്കേണ്ടി വരുന്നത്. മറ്റൊരു തരത്തിൽ ഇത് പരിഗണിക്കാനുള്ള വഴികൾ ഇന്ന് നമുക്കില്ല. പ്രൈമറി തലത്തിൽ അധ്യാപകരാവാൻ നമ്മുടെ സംസ്ഥാനം തീരുമാനിച്ചിരിക്കുന്നത് ഹയർ സെക്കൻഡറിയും DLED എന്ന കോഴ്സുമാണ്. ഹയർ സെക്കൻഡറി തലത്തിലേക്ക് പോകുന്തോറും സെക്കൻഡറി ഹയർ സെക്കൻഡറി തലങ്ങളിലേക്ക് പോകുന്തോറും ഇത് കൂടി വരും. അധ്യാപന യോഗ്യതകളും ബിരുദവും ബിരുദാനന്തര ബിരുദവുമായി ഉയർന്നു വരുന്നു. ഇവിടെ ഖാദർ കമ്മിറ്റി നിർദ്ദേശിക്കുന്ന പ്രധാന കാര്യങ്ങളിൽ ഒന്ന്, പ്രൈമറി തലത്തിലുള്ള അധ്യാപകർക്ക് ബിരുദം അടിസ്ഥാന അക്കാദമിക യോഗ്യതയാക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രൊഫഷണൽ യോഗ്യതയും ബിരുദാനന്തര നിലവാരത്തിൽ തന്നെയുള്ളതാകണം. സെക്കൻഡറി തലത്തിൽ അടിസ്ഥാന അക്കാദമിക യോഗ്യത എന്ന് പറയുന്നത് ബിരുദാനന്തര ബിരുദവും പ്രൊഫഷണൽ യോഗ്യത ബിരുദ നിലവാരത്തിൽ ഉള്ളതുമാകണം. അധ്യാപക യോഗ്യത പരിഗണിക്കുന്നതിനായി മൊത്തം സ്കൂൾ ഘട്ടത്തെ പ്രൈമറി എന്നും സെക്കൻഡറി എന്നും രണ്ടായി പരിഗണിക്കണം. പ്രൈമറിയുടെ സ്വാഭാവിക തുടർച്ചയായി തന്നെ സെക്കൻഡറി ഘട്ടത്തെ കാണണം. കുട്ടികളുടെ സ്വാഭാവികമായ ശാരീരിക, മാനസിക, വൈകാരിക, സാമൂഹിക വളർച്ചയും വികാസവും ഒരു ഘട്ടത്തിന്റെ തുടർച്ച എന്ന നിലയിലാണ് അടുത്ത ഘട്ടത്തെ നമ്മൾ സമീപിക്കേണ്ടത്. ഇതിൽ പ്രധാനമായും പറയുന്ന അധ്യാപകരുടെ കഴിവുകൾ, അധ്യാപകരുടെ നിലവാരം എന്നിവയെപ്പറ്റി വീണ്ടും ഈ റിപ്പോർട്ടിൽ എടുത്തെടുത്ത് പറയുന്നുണ്ട്. ആ ഭാഗം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വീഡിയോ ആയി ഇതിനെ ചുരുക്കാമെന്ന് എനിക്ക് തോന്നുന്നു. പ്രത്യേകമായിട്ടും പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അധ്യാപക യോഗ്യതയെ പറ്റി 31-ാം അധ്യായത്തിൽ, കേരള വിദ്യാഭ്യാസ ചട്ടങ്ങളിലെ 31-ാം അധ്യായത്തിൽ പറഞ്ഞ പ്രകാരം അതത് കാലങ്ങളിലെ സർക്കാർ ഉത്തരവുകളുടെ അടിസ്ഥാനത്തിലാണ് 10ാം ക്ലാസ് വരെയുള്ള അധ്യാപകന നിയമനം നടത്തുന്നത്. 31-ാം അധ്യായത്തിലും അതത് കാലങ്ങളിലെ സർക്കാർ ഉത്തരവുകളിലും ഈ അധ്യാപക നിയമനത്തിനുള്ള യോഗ്യത വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ഇവിടെ മുന്നോട്ട് വയ്ക്കുന്ന ചില ആശയങ്ങൾ ഒന്നുകൂടി വ്യക്തമാക്കുന്നുണ്ട്. പ്രൈമറി തലത്തിൽ, അതായത് 1 മുതൽ 7 വരെ ബിരുദം അടിസ്ഥാന യോഗ്യതയാകണമെന്നും ബിരുദ നിലവാരത്തിലുള്ള പ്രൊഫഷണൽ യോഗ്യത ആവശ്യമാണ് എന്നാണ്. അതായത് പ്രൊഫഷണൽ യോഗ്യത എന്ന് പറയുന്നതും ബിരുദ നിലവാരത്തിൽ ഉള്ളതായിരിക്കണം. സെക്കൻഡറി തലത്തിൽ ബിരുദാനന്തര ബിരുദവും PG അടിസ്ഥാന യോഗ്യതയും പ്രൊഫഷണൽ യോഗ്യത ബിരുദ നിലവാരത്തിലുള്ളതുമായിരിക്കണം. എന്നാൽ അത്തരമൊരു ശുപാർശ പ്രാബല്യത്തിൽ വരുത്തുന്ന ഘട്ടത്തിൽ നിലവിലുള്ള NCTI മാനദണ്ഡങ്ങളിലും സംസ്ഥാനത്തിന്റെ വസ്തുനിഷ്ഠ സാഹചര്യങ്ങളും എല്ലാം തന്നെ പരിഗണിക്കണം എന്നിവർ പ്രത്യേകം എടുത്തു പറയുന്നു. NCTE 1 മുതൽ 5 വരെയുള്ള ക്ലാസ്സുകൾക്ക് അധ്യാപക യോഗ്യതയായി 12ാം ക്ലാസ്സും DLEDുമാണ് ഇപ്പോൾ നിഷ്കർഷിക്കുന്നത്. കൂടെ ബിരുദ പദ്ധതിയുമുണ്ട്. 12ാം ക്ലാസ് കഴിഞ്ഞുള്ള DLED കോഴ്സാണിത്.
കേരളത്തിൽ ധാരാളം ചെറുപ്പക്കാർ 12ാം ക്ലാസ് കഴിഞ്ഞ് DLED കോഴ്സിന് ഇപ്പോഴും പഠിക്കുന്നുണ്ട്. അടുത്ത കാലത്ത് ഇങ്ങനെ കഴിഞ്ഞവർക്കും ഇപ്പോൾ പരിശീലനം നേടുന്നവർക്കും മുന്നിൽ ഇത് നിലവിലുള്ള തൊഴിൽ സാധ്യത പെട്ടെന്ന് ഇല്ലാതാക്കുന്നത് ശരിയല്ല എന്ന് വിദഗ്ധ സമിതി കരുതുന്നു. എന്നാൽ ഗുണമേന്മ വിദ്യാഭ്യാസത്തിന് അനിവാര്യമായ ഒരു ഉപാധിയെ അനന്തകാലത്തേക്ക് നീട്ടിവെക്കാനും സാധിക്കില്ല. അതായത് ബിരുദം വേണം എന്നുള്ളത് അത്യാവശ്യമാണ്. കാരണം ഇപ്പോഴത്തെ നിലവാരത്തിൽ കുട്ടികളോട് അവരുടെ നിലവാരം ഉയരുന്നതിന് അധ്യാപകരുടെ നിലവാരവും ഉയരേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ ഒരുപാട് പേർ +2 കഴിഞ്ഞ് DLED കോഴ്സ് എടുത്ത് പഠിച്ചവരും അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുമുണ്ട്. അവരെ പരിഗണിക്കാതിരിക്കുന്നതും ശരിയല്ല എന്നിവർ മനസ്സിലാക്കുന്നു. അതിനാൽ തന്നെ ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഉപാധി എന്ന് പറയുന്നത് അടുത്ത ഒരു 10 വർഷം വരെ ബിരുദ യോഗ്യത നേടാനുള്ള സമയം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് പ്രൈമറി തലത്തിൽ നിന്ന് 1 മുതൽ 5 വരെ ക്ലാസ്സുകളിൽ ബിരുദ യോഗ്യത 2028 ജൂണിൽ ആരംഭിക്കുന്ന അക്കാദമിക വർഷം മുതൽ നടപ്പിലാക്കാൻ കഴിയണം. അതിനു മുൻപ് മാനദണ്ഡങ്ങളെല്ലാം മാറ്റം വരുത്താനാണ് ഖാദർ കമ്മിറ്റി നിർദ്ദേശിക്കുന്നത്. മറ്റൊന്ന് 1 മുതൽ 7 വരെ ക്ലാസ്സുകളിൽ വരുന്ന പ്രൈമറി തലത്തിൽ NCTI നിർദ്ദേശിക്കുന്ന യോഗ്യതാ മാനദണ്ഡങ്ങളിൽ 50% മാർക്കോട് കൂടിയുള്ള 12ാം ക്ലാസ് പഠനവും 4 വർഷത്തെ ബാച്ചിലർ ഓഫ് എലിമെൻ്ററി എഡ്യൂക്കേഷനുള്ള ബിരുദവും നിർദ്ദേശിച്ചിട്ടുണ്ട്. പ്രൈമറി തല അധ്യാപകർക്ക് മുഴുവൻ ബിരുദ യോഗ്യത നിർദ്ദേശിക്കുന്നതിനാൽ കേരളത്തിലെ പ്രൈമറി വിദ്യാഭ്യാസ ഘട്ടത്തിലെ 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നതിനായുള്ള അടിസ്ഥാന യോഗ്യത ഏകീകരിക്കാൻ 2028 അക്കാദമിക വർഷത്തോടെ കഴിയണം. ഈ കോഴ്സിലേക്ക് കേരളത്തിലെ അധ്യാപക പരിശീലന കേന്ദ്രങ്ങളെ മാറ്റാൻ കഴിയണം. 12ാം ക്ലാസ് കഴിഞ്ഞ് 4 വർഷത്തെ ഉദ്ഘാടിത ഡിഗ്രി കോഴ്സാണ് ഇതിനായി ഇവർ നിർദ്ദേശിക്കുന്നത്. ഈ കോഴ്സിന് ആവശ്യമായ പാഠ്യപദ്ധതി സമീപനവും അതുപോലെ പാഠ്യപദ്ധതിയും SCERT മുൻഗണന നൽകി വികസിപ്പിക്കണമെന്നും ഇവർ നിർദ്ദേശിക്കുന്നുണ്ട്. കേരളത്തിൽ പരീക്ഷാഭവൻ ഉൾപ്പെടെ അധ്യാപക പരിശീലനത്തിനായുള്ള വിവിധ കോഴ്സുകൾ അതിനായിട്ടുള്ള പരീക്ഷകളും നടത്തുന്നുണ്ട്. ചില വിഷയങ്ങളിൽ ഉന്നത പഠനത്തിന് സാധ്യതയില്ലാതിരുന്ന കാലത്തായിരുന്നു ഇത്തരം കോഴ്സുകളൊക്കെ ആരംഭിച്ചത്. എന്നാൽ ഇന്ന് അതിൻ്റെ ആവശ്യമില്ല എന്ന് തന്നെ ഖാദർ കമ്മിറ്റി പറയുന്നു. എല്ലാ വിഷയങ്ങൾക്കും ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങൾ ഇന്ന് കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ പരീക്ഷാഭവൻ ഇത്തരത്തിൽ നടത്തി വരുന്ന പരീക്ഷകളെല്ലാം തന്നെ നിർത്തിവെക്കാൻ ഖാദർ കമ്മിറ്റി അനുശാസിക്കുന്നു. സെക്കൻഡറി ഘട്ടത്തിലും പ്രൊഫഷണലായ അധ്യാപകർ അനിവാര്യമാണ്. അധ്യാപക യോഗ്യത സംബന്ധിച്ചും പ്രസ്തുത യോഗ്യത കരസ്ഥമാക്കുന്നത് സംബന്ധിച്ചും വ്യക്തമായ മാറ്റങ്ങൾ ഇവിടെയും ആവശ്യമാണ്. സെക്കൻഡറി തലത്തിൽ പ്രൊഫഷണലായ അധ്യാപകർ അനിവാര്യമാണ്. അധ്യാപക യോഗ്യത സംബന്ധിച്ചും പ്രസ്തുത യോഗ്യത കരസ്ഥമാക്കുന്നത് സംബന്ധിച്ചും വ്യക്തമായ മാറ്റങ്ങൾ ആവശ്യമാണ്. സെക്കൻഡറി തലത്തിൽ 5-6 വർഷത്തെ ഉദ്ഘാടിത ബിരുദാനന്തര ബിരുദ കോഴ്സുകളാണ് നിർദ്ദേശിക്കുന്നത്. ഒരുമിച്ച് ബിരുദാനന്തര ബിരുദവും ഒപ്പം അധ്യാപക പരിശീലന അംശങ്ങൾ അതിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു കോഴ്സ്, ഒരു പാക്ഡ് കോഴ്സാണ് ഖാദർ കമ്മിറ്റി നിർദ്ദേശിക്കുന്നത്. SCERT ഈ ഇത്തരത്തിലുള്ള ഒരു കോഴ്സ് വികസിപ്പിച്ച് കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾക്ക് കൈമാറേണ്ട ആവശ്യകതയും ഇവിടെ പറയുന്നുണ്ട്. അതായത് ഈ ബിരുദാനന്തര ബിരുദ കോഴ്സിൽ എന്തെല്ലാം അധ്യാപക പരിശീലന അംശങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് നിർദ്ദേശിക്കേണ്ടത് SCERT ആണ്. അധ്യാപക യോഗ്യതയ്ക്ക് അനുസരിച്ച് വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് വേതന ഘടനയിലും മാറ്റം വേണ്ടിവരും. നിലവിൽ ഏത് യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണോ നിയമനം ലഭിച്ചത്, പ്രസ്തുത തസ്തികയിൽ നിയമന സമയത്തുണ്ടാകുന്ന എല്ലാ ആനുകൂല്യങ്ങളും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവർക്ക് തുടരാവുന്നതാണ്. നിയമപരമായി എന്തു മാറ്റം വന്നാലും ഇപ്പോൾ ഓൾറെഡി നിയമിതരായവർക്ക് എല്ലാവിധ തൊഴിൽ സംരക്ഷണവും ഉണ്ടായിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയും ഇവിടെ കമ്മിറ്റി ഊന്നി പറയുന്നുണ്ട്. മറ്റൊന്ന് അധ്യാപക പരിശീലനത്തെ പറ്റിയാണ്. ഓൾറെഡി അധ്യാപകരാവുന്നതിന് മുമ്പ് പരിശീലനം നേടുന്നുണ്ട് എങ്കിലും സേവനകാല പരിശീലനം, ഇൻ സർവീസ് ട്രെയിനിങ്, അതിൻ്റെ ആവശ്യകത ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിൽ ഊന്നി പറയുന്ന മറ്റൊരു കാര്യമാണ്.
കേരളത്തിലെ മുഴുവൻ അധ്യാപകരും സർവീസിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് അതത് തലത്തിൽ സ്പെഷ്യൽ റൂളിൽ പറഞ്ഞത് പ്രകാരം യോഗ്യത നേടിയവരാണ്. ഇതിൽ അധ്യാപക പരിശീലനവും ഉൾപ്പെടും. PTCയും DLEDും അതുപോലെ BEd എല്ലാം ഇതിൽ ഉൾപ്പെടുന്നതാണ്. എല്ലാ അധ്യാപകർക്കും ഇപ്പോൾ വർഷം തോറും പരിശീലനങ്ങൾ ലഭിക്കാറുണ്ട്. എന്നാൽ ഇപ്പോൾ ലഭിക്കുന്ന പരിശീലനങ്ങൾ സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് വിഭാവനം ചെയ്യുന്ന ഗുണമേന്മ വിദ്യാഭ്യാസം എല്ലാ കുട്ടികൾക്കും ഉറപ്പാക്കാൻ പര്യാപ്തമല്ല എന്ന അഭിപ്രായം പൊതുവെയുണ്ട്. അധ്യാപകരാകുന്നതിന് മുമ്പ് ലഭിക്കുന്ന സേവന പൂർവ്വകാല പരിശീലനങ്ങളുടെ പാഠ്യപദ്ധതി ആധുനിക വിദ്യാഭ്യാസ ചിന്തകളും പഠനബോധന രംഗത്തെ ശാസ്ത്രീയ നിലപാടുകളും വേണ്ടത്ര ഉൾക്കൊള്ളാത്തതാണ്. അതുകൊണ്ട് തന്നെ സേവനകാല പരിശീലനത്തിൻ്റെ പ്രാധാന്യം വളരെയേറെയാണ്. അതായത് TTCക്കും BEdനും DLEDനും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള പാഠ്യപദ്ധതി അത്ര ആക്യുറേറ്റ് അല്ല എന്നാണ് ഇവിടെ ഖാദർ കമ്മിറ്റി പറയുന്നത്. അതിൽ ഒരുപാട് പോരായ്മകൾ ഉള്ളതുകൊണ്ട് തന്നെ സർവീസിൽ കയറിയ ശേഷവും അധ്യാപകർക്ക് സേവനകാലങ്ങളിൽ തുടർച്ചയായ മികച്ച പരിശീലനങ്ങൾ നൽകണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. മുഴുവൻ കുട്ടികളുടെയും പഠനവും വികാസവും ലക്ഷ്യമിടുന്ന വിദ്യാഭ്യാസ പ്രക്രിയയ്ക്ക് നേതൃത്വം നൽകാൻ ആവശ്യമായ പ്രൊഫഷണലിസം അധ്യാപകർക്കുണ്ടാകണമെങ്കിൽ അവർ നിരന്തരം നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കണം. ഉള്ളടക്കത്തിലും ബോധന രീതിയിലും വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ അധ്യാപകർക്ക് സ്വാംശീകരിക്കാൻ അവസരങ്ങൾ ഉണ്ടാകണം. ഇന്ന് നിലനിൽക്കുന്ന സേവനകാല പരിശീലനങ്ങൾ ഈ ധർമ്മം നിറവേറ്റാൻ പര്യാപ്തമാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നത്. മിക്കപ്പോഴും പലരിൽ നിന്നും അഭിപ്രായങ്ങൾ സ്വീകരിച്ചതിൽ നിന്നും അവർക്ക് സർവീസ് കാലത്തുള്ള സേവന കാലത്തുള്ള പരിശീലനങ്ങൾ അതിൻ്റെ ഉന്നതിയിലെത്തുന്നില്ല എന്നൊരു ആശയത്തിലേക്കാണ് ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് എത്തിയിരിക്കുന്നത്. നിലനിൽക്കുന്ന സേവനകാല പരിശീലനങ്ങൾ ഈ ധർമ്മം നിറവേറ്റാൻ പര്യാപ്തമാണോ എന്ന് വിമർശനാത്മകമായി പരിശോധിക്കണം. നിലനിൽക്കുന്ന രീതിയെ അതേപടി നിലനിർത്താൻ വേണ്ടുന്ന അധ്യാപക ശാക്തീകരണം ലക്ഷ്യം വയ്ക്കുന്ന പരിശീലനങ്ങളല്ല ആവശ്യം. ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു വിദ്യാഭ്യാസ പഠന രീതിയുണ്ട്. അതിനെ നിലനിർത്താനായിട്ട് അധ്യാപകർക്ക് പ്രത്യേകിച്ച് പരിശീലനങ്ങളൊന്നും തന്നെ വേണ്ട. കാരണം അത് ഓൾറെഡി ഒരു സാധാരണ അധ്യാപകന് പരിശീലനങ്ങളൊന്നും ലഭിക്കാത്ത ഒരു വ്യക്തിക്ക് പോലും തുടരാവുന്നതാണ്. എന്നാൽ അധ്യാപകരെ പ്രൊഫഷണലുകളായി പ്രവർത്തിപ്പിക്കാൻ അവരെ മാറ്റാൻ സഹായിക്കുന്ന പരിശീലനങ്ങളാണ് വിഭാവനം ചെയ്യേണ്ടത്. ഇതിനായി അധ്യാപകരുടെ യഥാർത്ഥ പരിശീലന ആവശ്യകതകൾ കണ്ടെത്തി ശാസ്ത്രീയമായ ഒരു പരിശീലന പദ്ധതി രൂപപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ഇന്ന് നിൽക്കുന്ന പ്രതിസന്ധി മറികടക്കാൻ കഴിയൂ എന്ന് ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിൽ അവസാനം പരാമർശിക്കുന്നു. ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിൽ അധ്യാപകരെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ, അധ്യാപകരുടെ സേവനകാലം, അവരുടെ പാഠ്യപദ്ധതി, അതുപോലെ തന്നെ അവർക്കാവശ്യമായ വേതനം, അവരുടെ വിരുദ്ധ നിലവാരങ്ങൾ എന്നിവയെപ്പറ്റി എല്ലാം തന്നെ വളരെ വ്യക്തമായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അധ്യാപകരെ കുറിച്ചുള്ള പരാമർശങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിനെ തുടർന്ന് ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിൽ കുട്ടികളെക്കുറിച്ചും അവർക്ക് ആവശ്യമായ പരിശീലനങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ SCERT, അതുപോലെ CMAT, ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ഡയറ്റുകൾ എന്നിവയെക്കുറിച്ചെല്ലാം തന്നെ വളരെ വിശദമായ റിപ്പോർട്ട് ഖാദർ കമ്മിറ്റിയിൽ പറയുന്നുണ്ട്. ഇതിനെക്കുറിച്ചെല്ലാം അടുത്ത വീഡിയോയിൽ പരാമർശിക്കുന്നതായിരിക്കും. ഈ വീഡിയോ എന്താണ് ഖാദർ കമ്മിറ്റിയിൽ അധ്യാപകരെ കുറിച്ച് പറയുന്നത് എന്നതിനെ ഉൾക്കൊള്ളിച്ച് മാത്രം തയ്യാറാക്കിയതാണ്. യൂസ്ഫുൾ ആകും എന്ന് തന്നെ കരുതുന്നു. നന്ദി.